മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത് അതിരപ്പള്ളിയിൽ മുറിവേറ്റ കാട്ടാനയെ വീണ്ടും അതിന്റെ ചികിത്സ ആരംഭിക്കാൻ പോവുകയാണ്. നാളെ രാവിലെയാണ് മയക്കുവെടി വയ്ക്കുക ആനയെ. ഇന്നിപ്പോൾ ആനയെ ലൊക്കേറ്റ് ചെയ്യുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺ ശങ്കർ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അരുൺ, നാളെ രാവിലെയാണ് മയക്കുവെടി വയ്ക്കുന്നത്. അതിന് മുൻപുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എവിടെയാണ് ഇപ്പോൾ, എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അതെ, മസ്തകത്തിൽ പരിക്കേറ്റ് കഴിയുന്ന ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ട് നാളെ അതിനെ മയക്കുവെടി വെച്ച് പിടിച്ച് കോട്ടനാട് കൂട്ടിൽ കൊണ്ട് അടയ്ക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആനയെ ലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പും അതോടൊപ്പം തന്നെ RRT നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. നിരവധി ടോർച്ചുകളുമായിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ വാച്ചർമാരും ഒക്കെ ആനയെ തേടി ഇറങ്ങിയിരിക്കുകയാണ്. നേരത്തെ പടക്കം പൊട്ടിച്ചൊക്കെ തന്നെ ആനയെ ഈ ചാലക്കുടി പുഴയാണ്, ചാലക്കുടി പുഴയുടെ അങ്ങേ ഭാഗത്തേക്ക് മാറ്റാനാണ് ശ്രമിക്കുന്നത്. കാരണം ഈ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്ത കരയിലേക്ക് മാറ്റിയാൽ മാത്രമേ ഈ ഓപ്പറേഷൻ സാധ്യമാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാത്രി നമ്മളിപ്പോൾ ഗോകുലും ചേരുന്നുണ്ട്. ഗോകുൽ, ഈ പുഴയ്ക്ക് അക്കരയ്ക്ക് കൊണ്ടുപോയാൽ മാത്രമേ ആനയെ സുരക്ഷിതമായി ഈ മയക്കുവെടി വെച്ച് പിടിച്ച് ലോറിയിലാക്കി കൊണ്ടുപോകാൻ കഴിയുള്ളൂ, അല്ലേ? അതെ, ഈ സ്ഥലത്തിന്റെ ടെറൈൻ അനുസരിച്ച് ഈ ഒരു സ്ഥലം എണ്ണപ്പനത്തോട്ടമുണ്ട്. ആ തോട്ടത്തിനപ്പുറം ആണ് ചതുപ്പ്, അതിനപ്പുറമാണ് പ്ലാന്റേഷൻ. ഈ പ്ലാന്റേഷൻ ഏരിയയിലാണ് ആനയെ ഡാർട്ട് ചെയ്യാൻ പറ്റിയുള്ള ഏറ്റവും സുരക്ഷിതമായ സ്ഥലം. അപ്പോൾ ആ സ്ഥലത്തേക്ക് ആന എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇക്കരയാണ് നിൽക്കുന്നത്. അതെ, ആ പുഴയുടെ ഇക്കരയാണ് ആന നിൽക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ പല സംശയങ്ങളുണ്ട്. ആനയല്ല മറ്റാനയാണെന്നുള്ള പല സംശയങ്ങളുണ്ട്. പക്ഷേ RRT സംഘം രാത്രിയും സജീവമായി നിന്ന് ഈ ആനയെ നിരീക്ഷിക്കുകയാണ്. ഇത് രാത്രി ഈ ഒരു പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത കൂടി നമുക്ക് കണ്ടോ? ഏതാ ആന? ആന കാണാൻ ഞങ്ങളുടെ ഏരിയ ആനയുടെ കൂടുതൽ ജീവിക്കാൻ പറ്റുന്ന സ്ഥിതിയാ. ആന കണ്ടു ചോദിക്കാൻ കാര്യമില്ല. ചായ പിടിക്കാൻ വന്നതിനെ ചോദിച്ചവർ ആന വന്ന് ചോദിക്കണേ. ഇത് സ്ഥിരമായിട്ട് പടക്കം പൊട്ടിച്ചിട്ട് ഇപ്പം ഓടിച്ചത് ആരെയാ? അതായത് ഈ ഒരു പ്രദേശത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആന വരുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഈ ഒരു തലയ്ക്ക് മുറിവേറ്റൊരു ആനയുണ്ട്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ആനകളും പ്രശ്നമുണ്ട്. ഇപ്പൊ ഏത് ആനയാണ് വന്ന് അങ്ങനെ വല്ല വിവരം നിങ്ങൾക്ക് ഉണ്ടോ? ഏത് ആനയൊന്നും അങ്ങനെ ഇല്ല. ഇത് യൂട്യൂബർമാർ കുറെ ആനയ്ക്ക് പേരിടും, അതാണ് ഒരു സംഭവം. മറ്റേ ശങ്കരൻ സെന്റ് തോമസ്, സെന്റ് പോൾസ്, ഇതിന് ആൾക്കാർ യൂട്യൂബർമാർ കുറെ ആനയ്ക്ക് പേരിടണേ. അതാണ് ഇവിടുത്തെ സ്ഥിതി. നിങ്ങൾക്ക് ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൃഷിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വൈര്യ ജീവിതം ഒന്നും പറ്റാത്ത സ്ഥിതിയായി അല്ലേ? ഞങ്ങൾക്ക് ഇവിടെ പച്ചമുളക് പോലും ഇവിടെ കിട്ടാനില്ല. അപ്പൊ ഞാനിപ്പോ ആൾക്കാരോട് കുറച്ച് പച്ചമുളകും 2018 ഇപ്പൊ പ്രളയം വന്നപ്പോ സഹായിക്കാൻ പറഞ്ഞു. ഇപ്പൊ നമ്മള് ഫേസ്ബുക്കിലിട്ട് അവർ നാട്ടുകാരോട് പറയണം ഞങ്ങൾ ആ കഷ്ടപ്പാടിന് പച്ചമുളക് അവിടെ എത്തിയിട്ടുണ്ട്, അങ്ങ് പോയിട്ടുണ്ട്. നിങ്ങൾ പുറകെ പോയതാണ്? ഞങ്ങളുടെ പറമ്പിന്ന് ഓടിച്ച് അടിച്ചതാ. നിങ്ങളുടെ പറമ്പില് എന്തായിരുന്നു കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണോ? കൃഷിയൊന്നും ഇല്ലല്ലോ, കൃഷി പറയാനില്ല. ചക്കയും പ്ലാവൊക്കെ മുറിച്ചു കളഞ്ഞു. നാട്ടുകാരും കൂടെ ഈ ഒരു എല്ലാ സാധനങ്ങളും നശിപ്പിച്ചാൽ പറമ്പടി അടിച്ച് കയറി പോന്ന പറയാം. ഇതാണ് ഒരു നേർക്കാഴ്ച. ഈ ഗ്രാമത്തിലെ ആൾക്കാർക്ക് ഉറക്കം പോലും ഇല്ലാതെ അവർ ആനയുടെ ഭീഷണി നേരിടുകയാണല്ലേ? നിങ്ങളുടെ വീട്ടിലൊന്നും മുളയ്ക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തി അല്ലേ? കേറി പോരും, പക്ഷെ സംഗതി ഒന്നും ഇതാവണല്ലേ. ഇപ്പൊ ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ വന്നപ്പോ പലരും പറഞ്ഞിരുന്നു കോഴി ഫാം അടക്കം ആക്രമിക്കുന്ന സ്ഥിതി, പശുവിനെ അടക്കം ആക്രമിക്കുന്ന സ്ഥിതി. അത് ആ രീതിയിലാണല്ലേ? മൊത്തം ആ കണ്ടീഷൻസ് ഒന്നും പറയാനില്ല. തോട്ടത്തിന് നടുക്കാണ്. ഇവിടെ ചുറ്റും ഇരുട്ടാണ്. ഏത് സമയത്തും ആന വരാനുള്ള സാധ്യതയില്ലേ? ഫുൾ ടൈം ആന ടോർച്ചുണ്ടല്ലോ അല്ലേ? അതിരപ്പള്ളിയിലുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് നമ്മൾ കാണുന്നത്.